പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ജീവനുള്ള വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടയാക്കി തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്ന് വചനചിന്തയ്ക്ക് ആധാരമായ നമുക്കൊരു വാക്യം വായിക്കാം. 23-ാം സങ്കീർത്തനം 4-ാം വാക്യം. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഭക്തനെ രൂപാന്തരപ്പെടുത്തുന്ന താഴ്വരകളെക്കുറിച്ചാണ് ഇന്ന് പകലിൽ ഞാൻ വചനത്തിൽ നിന്നും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഇങ്ങനെയുള്ള ചില താഴ്വരകൾ നമുക്ക് ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ, അതിനുശേഷം നദികളിൽ കൂടെ കടക്കുമ്പോൾ എന്ന് കാണുന്നു. അതിനുശേഷം തീയിൽ കൂടെ കടക്കുമ്പോൾ എന്ന് കാണുന്നു. ചെറിയ വെള്ളത്തിൽ കൂടെ, വലിയ നദികളിൽ കൂടെ, പിന്നീട് 84-ാം സങ്കീർത്തനം നാം വളരെ വ്യക്തമായി വായിക്കുമ്പോൾ കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി മാറ്റുന്നു. ഇവിടെയെല്ലാം നടക്കുക, കടക്കുക എന്നീ പദപ്രയോഗങ്ങൾ ശ്രദ്ധേയമായ കാര്യമാണ്. കിടക്കുകയല്ല, കടക്കുക എന്നാണ്. പാസ് ചെയ്യുക. ഇതൊരു കാരണവശാലും നാം മറന്നു പോകരുത്. ഈ താഴ്വര നമ്മുടെ സ്ഥിരമായ താമസ സ്ഥലമല്ല, പിന്നെയോ കടന്നു പോകാനുള്ള സ്ഥലമാണ്. നാം കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ നാം പലപ്പോഴും വിചാരിക്കും ഈ കണ്ണുനീർ കൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന്. ആ മൂടപ്പെട്ട അവസ്ഥയിൽ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവികമായൊരു സാന്നിധ്യം ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അനുഭവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. പലപ്പോഴും ചിന്തിക്കും ഈ പ്രതികൂലം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു പോയെന്ന്. പക്ഷെ അടുത്ത പ്രതികൂലങ്ങൾ വരുമ്പോൾ വിചാരിക്കും ദൈവമേ അതിനേക്കാളും കുറച്ചുകൂടെ വലിയൊരു പ്രതികൂലമാണല്ലോ എന്ന്. ഹല്ലേലൂയ. ഇന്ന് കർത്താവിൻ്റെ വചനം ഇന്ന് പകൽക്കാലം വളരെ വ്യക്തമായി പറയുന്നു. ദൈവികമായ ഒരു അരുളപ്പാട് പറയുന്നത്, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ, നീ നദിയിൽ കൂടെ കടക്കുമ്പോൾ ഒന്ന് നിന്റെ മീതെ കവിയാതെ, തീയിൽ കൂടെ നടന്നാൽ വെന്തുപോകാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ കാക്കുന്നത് എന്താണെന്നറിയാമോ? നിന്നിലൊരു ദൈവ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. നിന്നെ കർത്താവിന് ആവശ്യമുണ്ട്. അതാണ് ഇത്രയും വലിയ വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ കൂടെ നമ്മെ ഹല്ലേലൂയ നടക്കുമാറാക്കുന്നത്. ഏതൊക്കെ ദൈവഭക്തരെ കുറിച്ച് നാം പഠിക്കുന്നുവോ അവന് ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ, ഓരോ ഘട്ടങ്ങളിൽ കൂടെയാണ് തന്നെ പുറത്തു കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, ഒരു കർത്താവിന് വേണ്ടി ഹല്ലേലൂയ പ്രയോജനപ്പെടുന്ന ഒരു മാനപാത്രമാക്കി മാറ്റണമെങ്കിൽ പല ഘട്ടങ്ങളിൽ കൂടെ കടന്നു വന്ന് ഹല്ലേലൂയ അതിൽ ഹല്ലേലൂയ കിടന്നു പോകാതെ അത് പാസ് ചെയ്തുകൊണ്ട് ഹല്ലേലൂയ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവരെ പഠിപ്പിച്ച് പുറത്തു കൊണ്ടുവരികയാണ് എൻ്റെ സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച് ചെയ്യുന്നത്. നാം പലപ്പോഴും ചിന്തിച്ചു, കർത്താവേ ഇത്രയും പ്രതികൂലങ്ങൾ വന്നില്ലേ, ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവങ്ങൾ വന്നില്ലേ, നിരാശയുടെ അനുഭവങ്ങൾ വന്നില്ലേ, ഇന്ന് മാറും നാളെ മാറുമെന്ന് ചിന്തിക്കുമ്പോൾ പിന്നെയും ഹല്ലേലൂയ അതികഠിനമായ വേദനയാൽ ഹല്ലേലൂയ ആയിരിക്കുന്ന ജീവിതമേ, മാനസികമായി ഭാരം അനുഭവിക്കുന്ന ജീവിതമേ, കൂരിരുളിന്റെ അനുഭവങ്ങളിൽ കൂടെ പലപ്പോഴും കണ്ണു തുറന്ന് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ, ഹല്ലേലൂയ ആഗ്രഹിച്ചതൊന്നും നടക്കാൻ പറ്റാത്ത അവസ്ഥ, നന്മ പോലും പ്രാപിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇന്ന് പരിശുദ്ധാത്മാവ്
പ്രിയ ദൈവമക്കളെ, കർത്താവിൻ നിങ്ങളോട് പറയുവാനുള്ളത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാൽ ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല. ദൈവത്തിന്റെ വലിയൊരു സാന്നിധ്യത്താൽ നിങ്ങളെ മറയ്ക്കുക എൻ്റെ സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലമുണ്ട് എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. എത്ര തന്നെ ഘട്ടങ്ങളിൽ കൂടെ കടക്കേണ്ടി വന്നാലും നീ സഹിച്ച് ക്ഷമിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നുവോ, അതിനകത്തൊരു ദൈവപ്രവൃത്തി നിശ്ചയമായും ഉണ്ടെന്ന് ദൈവം പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം സത്യവചനമാണ്, ഇന്നും നിലനിൽക്കുന്നതാണ്, ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങയുടെ കർത്താവിന്റെ വാക്കിന് ജീവനുള്ള പ്രവൃത്തിയുണ്ട് നിശ്ചയമായിട്ട് ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് അതിൽ വിശ്വസിച്ച് മുന്നേറുമെങ്കിൽ എത്ര കൂരിലുണ്ട് അനുഭവങ്ങൾ വരട്ടെ, എത്ര താഴ്വരയിൽ കൂടെ നാം പാസ് ചെയ്യേണ്ടി വന്നാലോ, എൻ്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി നിശ്ചയമായും വെളിപ്പെടാം. കരഞ്ഞം നിലവിളിച്ചോ മാനുഷികമായി നീ തകർന്നുകൊണ്ടിരിക്കരുത്. കർത്താവിനോട് നീ നിലവിളിക്ക്, നിന്റെ കണ്ണുനീര് കർത്താവിന്റെ സന്നിധിയിൽ ഒഴുക്ക്, അതിനൊരു പ്രവൃത്തിയുണ്ട് നിശ്ചയം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ഒരു ഭക്തനെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ ഒരു താഴ്വരകൾ, അല്ലെങ്കിൽ ഒരു താഴ്വരയല്ല പല താഴ്വരയിൽ കൂടെ കടത്തിവിടേണം. നാം പാസ് ചെയ്യേണ്ട അനേക താഴ്വരകളുണ്ട്. അതിൻ മധ്യേ നാം കടത്തിവിട്ടാൽ മാത്രമേ നാം ഹല്ലേലൂയ ഒരു പൊന്നായിട്ട് പുറത്തു വരത്തുള്ളൂ. ഒരു ഹല്ലേലൂയ കർത്താവ് പ്രതീക്ഷിക്കുന്ന ഒരു മാനപാത്രമായി നാം പുറത്തു കൊണ്ടുവരപ്പെട്ടുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ ആ പാത്രത്തെ മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ കൂടെ പോയാലോ അത് നിന്റെ മീതെ അത് കവിയാതെ, പ്രതികൂല ശക്തികൾ നിന്നെ പിടിച്ചു വെക്കാതെ നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനായ ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം അരുളി ചെയ്യുന്നു. 84-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, കണ്ണുനീർ താഴ്വരയിൽ കൂടെ കടക്കുമ്പോൾ അവരതിനെ ജലാശയമാക്കി തീർക്കും. ഹല്ലേലൂയ. ഈ അനുഗ്രഹീതമായ സന്ദേശം ഇന്ന് പകൽക്കാലം നീ അനുസരിക്കുമെങ്കിൽ ഇത് കേൾക്കുക മാത്രമല്ല, ഇതിനകത്തുള്ള ചിന്തകൾ നീ ചിന്തിച്ച് ദൈവസന്നിധിയിൽ പുതിയ തീരുമാനത്തോടെ മടങ്ങി വന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. അവരതിനെ ജലാശയമാക്കി ഹല്ലേലൂയ തീർക്കുന്നു. ജലാശയം ഹല്ലേലൂയ പൊതുവെ കുളിർമ നൽകുന്ന, ശുദ്ധീകരണം നൽകുന്ന, സമൃദ്ധി നൽകുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. അവരതിനെ ജലാശയമാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അനേകർക്ക് ഒരാശ്വാസമായി തീരുവാൻ, അനേകർക്ക് കർത്താവേ ഒരു ആശ്വാസമായി ചേർന്നിരിക്കുക ഞാനുണ്ട്. നിന്നോട് ഹല്ലേലൂയ, നിന്റെ കൂടെ ഞാനുണ്ട്. നിന്റെ വിഷമത്തിൽ പങ്കാളിയാകുമ്പോൾ ഞാനുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിൽ നീ വിശ്വസിക്ക്, ദൈവത്തിന്റെ പ്രവൃത്തി നിശ്ചയമായും വെളിപ്പെടുമെന്ന് നമ്മെ രൂപപ്പെടുത്തി എടുക്കുക, ഒരു മാനപാത്രമാക്കി മാറ്റുവാനാണ് ഇത്രയും വലിയ വലിയ കഷ്ടതകള്, കൂരിലിന്റെ അനുഭവങ്ങള് താഴ്വരയിൽ കൂടെയൊക്കെ കടത്തിവിടുന്നത്. അല്ലാതെ കർത്താവ് നമ്മെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല. കർത്താവിന്റെ സ്നേഹം നിത്യമാണ്. നിത്യ സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചിരിക്കുന്ന മഹാകൃപ, അതയെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. ഹല്ലേലൂയ. ഈ ലോകം നമുക്ക് തരുന്നത് കഷ്ടങ്ങളാണ്, പ്രതികൂലങ്ങളാണ്, ഒറ്റപ്പെടുത്തലിന്റെ അനുഭവങ്ങളാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ഹല്ലേലൂയ സഹോദര സഹോദരി കുഞ്ഞെ, ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നിന്നിൽ കൂടെ ചെയ്തെടുക്കണമെന്ന് എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ഹല്ലേലൂയ പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ, താഴ്വരയിൽ കൂടെ ഹല്ലേലൂയ നിന്നെ കടത്തിവിടുന്നത് എന്നുള്ള കാര്യം നീ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. നാം ഹല്ലേലൂയ ജലാശയമാക്കി നമ്മെ തീർത്താൽ മാത്രമേ അനേകർക്ക് ആസ്വദിക്കുവാൻ സാധിക്കത്തുള്ളൂ. അനേകരെ ഹല്ലേലൂയ അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. ക്രിസ്തുവിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ക്രിസ്തുവിൽ നിന്നുകൊണ്ട് കർത്താവിന്റെ മഹത്വം നമ്മിൽ കൂടെ വെളിപ്പെടുക. ഈ ദിവസങ്ങളിൽ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വരാമോ? ആ പ്രയാസങ്ങൾ മാറ്റിവെക്ക്, പ്രതികൂലങ്ങൾ മാറ്റിവെക്ക്.
വലിയൊരു പ്രതികൂലം നാം മുന്നിൽ കാണാതെ വലിയ ദൈവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് പകൽക്കാലം കൂരിരുളുടെ അനുഭവത്തിലായിരിക്കുന്ന ജീവിതമേ, കൂരിരുൾ താഴ്വരയിൽ കൂടെ കടന്നു പോകുന്ന ജീവിതമേ, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. സർവശക്തനായ ദൈവം പറയുന്നു, നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോ, അതുപോലെ നദിയിൽ കൂടെ കുറച്ചുകൂടെ വെള്ളമാവുമ്പോ നദിയുടെ മീതെ കടക്കുമ്പോ, തീയുടെ മീതെ കടക്കുമ്പോ, ഹല്ലേലൂയ, വെന്തു പോകാതെ, വെള്ളം നിന്നെ മൂടിക്കളയാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ കാക്കും. നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് കുഞ്ഞെ. നീ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ അടുത്തു വരുമെങ്കിൽ നിന്നെ ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ഉപയോഗിക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ വളരെ വ്യക്തമായി പറയുന്നു. ദൈവം ഹല്ലേലൂയ ഒരു വ്യക്തിക്ക് നൽകുന്ന ഹല്ലേലൂയ ദുഃഖങ്ങൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കൊരാശ്വാസമാകുന്ന ഉപാധികളാക്കി ദൈവം മാറ്റാനിടയാകോ എന്ന അനുഗ്രഹീതമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച ഈ വചനത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നദിയിൽ കൂടെ കടക്കുമ്പോൾ ഹല്ലേലൂയ, തീയിൽ കൂടെ കടക്കുമ്പോ, കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടെ കടക്കുമ്പോ, മരണ നിഴലിൽ കൂടെ താഴ്വരയിൽ കൂടെ കടക്കുമ്പോ, അതേ ചില താഴ്വരയിൽ കൂടെ നമ്മെ ദൈവം കടത്തി വിടുമ്പോ നീ ഒരു കാര്യം ഓർക്കണം. ആ താഴ്വരയിലിട്ട് ജീവിതം അവസാനിപ്പിക്കാനല്ല, വീഴിക്കാനല്ല, ആ നദിയിൽ മുക്കിക്കളയാനല്ല. ഹല്ലേലൂയ, ആ തീയിൽ ഹല്ലേലൂയ കടത്തിവിട്ട് നമ്മെ ഹല്ലേലൂയ അതോടെ അവസാനിപ്പിക്കാനല്ല. ഒരു കാര്യം ഓർക്കുക, നിന്നിൽ ഹല്ലേലൂയ ഒന്ന് പുറത്തു വരാനുണ്ട്. വിശ്വസ്തന്മാരാ ഈ ഭൂമിയിൽ ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുമ്പോ എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിന്നെ പുറത്തു കൊണ്ടുവരുക, അനേകർക്ക് ഹല്ലേലൂയ പ്രയോജനപ്പെടുക, അനേകർക്ക് ഒരു മാനപാത്രമാക്കി മാറ്റുക, അനേകർക്ക് ഒരു മാതൃയാക്കി മാറ്റുക, അനേകരെ ക്രിസ്തുവിന് വേണ്ടി ചേർത്തു നിർത്തുവാൻ ഉപയോഗിക്കുവാനാണ് ഇന്ന് പകൽക്കാല സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. നീ ഏൽപ്പിച്ചു കൊടുത്ത കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമെങ്കിൽ വലിയൊരു ദൈവ പ്രവൃത്തിയുണ്ട്. നിശ്ചയമായിട്ടോ മഹത്വമെല്ലാം കർത്താവിനാണ്. ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. താഴ്വരയുടെ അനുഭവങ്ങൾ, കൂരിലിന്റെ അനുഭവത്തിൽ കൂടെ നിന്നെ കടത്തിവിട്ടത് ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്റെ കരച്ചിൽ കേൾക്കുന്നില്ല, എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല കർത്താവേ എന്ന് നിലവിളിക്കുന്ന വ്യക്തിയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്റെ കരച്ചിലിന്റെ ശബ്ദം എന്റെ കർത്താവ് കേട്ടിരിക്കുകയാണ്. ആ താഴ്വരകള്, ആ കൂരിലിന്റെ അനുഭവങ്ങൾ വെറുതെയല്ല കുഞ്ഞെ. ഇങ്ങനെ ഒരു അനർത്ഥങ്ങള്, ഇനി ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന അനേക 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 വ്യക്തികളെ അവരെ ആശ്വാസം നൽകി, വചനം പകർന്നു കൊടുത്ത് പുതുശക്തി നൽകി അവരെ പുറത്തു കൊണ്ടുവരാനാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അധികം സമയമില്ല. കർത്താവിന്റെ വരവാഗതമായി വിശുദ്ധിയോടെ, വേർപാടോടെ ദൈവസന്നിധിയിൽ ഒരുങ്ങിക്കൊണ്ട് എത്ര തന്നെ പ്രതികൂലങ്ങൾ വന്നാലോ, കൂരിലിന്റെ അനുഭവങ്ങൾ വന്നാലോ, താഴ്വരകൾ കൂടെ കടക്കേണ്ടി വന്നാലോ, കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ഹല്ലേലൂയ, നല്ല ദാസനെ, നല്ല ദാസി എന്നുള്ള വിളി കേൾക്കാനുള്ള വാഞ്ചയോടെ, പ്രത്യാശയോടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.